നമസ്കാരം. ഈ സമയത്ത് പാടാൻ പറ്റുമെന്ന് എന്നെ അറിഞ്ഞൂടാ, പക്ഷേ പാടാൻ പറ്റിയ ഏറ്റവും നല്ല വരികൾ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളികമുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന പൂന്താനത്തിൻ്റെ വരികളാണ്. പാടിപ്പോവും, അതാണ് അവസ്ഥ. അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഏതായാലും മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടം എന്ന യുവനേതാവിന് അനാവശ്യ സ്പേസ് നൽകുന്നു എന്ന വിമർശനം കുറേ നാളുകളായി മാധ്യമങ്ങൾ കേൾക്കുന്നതാണ്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി രാഹുൽ മാങ്കൂട്ടം കാണിച്ചു എന്ന് പറയുന്നതിന് ആവശ്യത്തിനാണ് മാധ്യമങ്ങൾ സ്പേസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്പേസ് നൽകാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. സംഗതി ലൈംഗിക ആരോപണങ്ങളിൽപ്പെട്ട്, ലൈംഗികവാദങ്ങളിൽപ്പെട്ട് കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കൾ രാജിവെക്കുന്നതും അവരുടെ സ്ഥാനം പോകുന്നതും ആദ്യത്തെ സംഭവമൊന്നുമല്ല. പക്ഷേ ഇതാരാണ്? യുവ തുർക്കി, യുവ കേസരി എന്നൊക്കെ വിശേഷിപ്പിച്ച നാളത്തെ പ്രതീക്ഷയെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്ന രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ രാജിവെക്കേണ്ടി വന്ന സാഹചര്യം അത് പരിശോധിക്കുമ്പോൾ വളരെ കഷ്ടമാണ്. ഒരു യുവനേതാവും ചെന്ന് പെട്ടുകൂടാത്ത അപവാദങ്ങളിലേക്ക്, അത്തരം സാഹചര്യങ്ങളിലേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തി. നാളുകൾക്ക് മുമ്പേ പരിഹരിക്കപ്പെടാമായിരുന്ന ഒരു പ്രശ്നം കിട്ടിയ പരാതികൾ ഒതുക്കി വച്ച് ഇത്ര വഷളാക്കി വലുതാക്കിയത് പാർട്ടിയാണെന്ന വിമർശനവും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. ഏതായാലും നമുക്ക് സംഭവങ്ങളുടെ തുടക്കം ഒന്ന് പരിശോധിക്കാം. കഴിഞ്ഞ കുറേ നാളുകളായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള പരാതികളുടെ കഥ അന്തരീക്ഷത്തിലുണ്ട്. കേരളത്തിലെ ചില മാധ്യമ സ്ഥാപനങ്ങളുടെയും അവിടുത്തെ മാധ്യമ പ്രവർത്തകരുമായും വനിതാ മാധ്യമ പ്രവർത്തകരുമായും ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില പരാതികളും കഥകളും ഒക്കെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. ഈ കഥകളിൽ പരാമർശിക്കപ്പെട്ട മാധ്യമപ്രവർത്തകരോ മാധ്യമ സ്ഥാപനങ്ങളോ ഇക്കാര്യം സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ തയ്യാറായിരുന്നില്ല. അത് അങ്ങടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും ഇത്തരം കഥകൾ സജീവമാവുകയാണ്. അന്ന് മാധ്യമപ്രവർത്തകരെ കണ്ട് രോഷത്തോടെ രാഹുൽ മാങ്കൂട്ടം ഊക്കേസ് ഇത്തരത്തിലുള്ള എന്തെല്ലാം കഥകൾ നമ്മൾ കേൾക്കുന്നു, ആര് മൈൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതെല്ലാം ഒഴിവാക്കി. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ മാധ്യമപ്രവർത്തകയും മോഡലുമൊക്കെ റിനി അവർ മാധ്യമങ്ങളെ കണ്ടു. മാധ്യമങ്ങളെ കണ്ടിട്ട് പറഞ്ഞ കാര്യം, കേരളത്തിലെ ഒരു യുവ നേതാവ്, കുറച്ച് നാൾ മുമ്പ് MLA ആയി മാറിയ ഒരാൾ, അയാളിൽ നിന്നും മോശം അനുഭവം തനിക്കുണ്ടായി. മോശം അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ മെസ്സേജുകൾ അയക്കുന്നു, തിരിച്ചു പ്രതികരിച്ചപ്പോൾ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നു എന്നാണ് റിനി പറഞ്ഞതിൻ്റെ ഒരു സാരാംശം. മാധ്യമങ്ങളെ കണ്ട മൊത്തം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പാർട്ടിയിൽ ഇയാൾക്കെതിരെ കുറേ പരാതികളുണ്ട്, എന്നിട്ടും പാർട്ടി നടപടിയെടുക്കുന്നില്ല എന്നും റിനി പറഞ്ഞു. റിനി പറഞ്ഞതിൽ ഏറ്റവും ഗുരുതരമായ കാര്യമായി എനിക്ക് തോന്നിയത്, ഇയാളുടെ പാർട്ടിയിലെ പല നേതാക്കളുടെയും ഭാര്യമാർക്കും പെൺമക്കൾക്കും ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന വളരെ ഗുരുതരമായ ഒരു പരാമർശം. അക്കാര്യത്തിൽ എനിക്ക് ബോധ്യവുമുണ്ട് എന്ന് അവർ പറയുകയുണ്ടായി. പരാതികൾ വരുന്നുണ്ട്, പക്ഷെ അതിനകത്തു പോലും, അതായത് ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയെയും സ്വന്തം മകളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് സ്ത്രീയെ സംരക്ഷിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചിട്ടും ഇതാരാണ് എന്ന് പറയാൻ അവർ തയ്യാറായില്ല. ഊക്കേഴ്സ് എന്ന് റിനിയും പറഞ്ഞു. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഊക്കേഴ്സ് എന്നാണ് അവരുടെ ചോദ്യം. അപ്പോൾ തന്നെ ഏതാണ്ട് മാധ്യമപ്രവർത്തകർക്കും അത് കണ്ട ലോകത്തിനും എല്ലാം മനസ്സിലായി ഇതാരെക്കുറിച്ചാണ്. ഏതായാലും ആ ദിവസം അങ്ങനെ അങ്ങ് ഇരുട്ടി തീർന്നു. രാവിലെ കേരളം കാണുന്നത് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടം ഒരു യുവതിക്കയച്ച, ഒരു പെൺകുട്ടിക്കയച്ച ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട്. നമ്പർ തരൂ, പ്രതികരണമില്ല. നീ വളരെ സുന്ദരിയാണ്, നിനക്ക് അതിൻ്റെ അഹങ്കാരമാണ് എന്ന് രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് 1-2 മെസ്സേജാണ്, കുഴപ്പമില്ല എന്നാണ് പലരും പറയുന്നത്. മെസ്സേജ് അയപ്പ് സ്ഥിരം ഒരു പരിപാടിയാണത്രേ. ഏതായാലും ഇതിന് തൊട്ടുപുറകെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റേതെന്ന് സംശയിക്കുന്ന ഒരു ഫോൺ സംഭാഷണം, അത് കുറച്ചുകൂടി ഗുരുതരമായ ഒരു ഫോൺ സംഭാഷണമാണ്, അത് പുറത്തു വന്നു. ആ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ നിർവാഹമില്ല. പക്ഷേ
അങ്ങേത്തലയിലുള്ള പുരുഷ ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൻ്റേതാണെന്ന് മാങ്കൂട്ടത്തിൻ്റെ പ്രസ്താവനകൾ പേർത്തും കണ്ട മലയാളിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതോടുകൂടിയാണ് ഈ സ്ലോ പേസ് മാറി സംഗതി ഒരു സ്പീഡ് ട്രാക്കിലേക്ക് മാറുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് BJP പ്രകടനം, കയ്യിലൊരു കോഴിയൊക്കെ ആയിട്ടാണ് പ്രകടനം നടത്തുന്നത്. ബ്രോയിലർ കോഴി. ആ കോഴി എന്തോ ഇതാണെന്തോ പാവം, കോഴി അത്തുപോയി. അങ്ങനെ വലിയ പ്രകടനം. വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു, പ്രസ്താവനകൾ വരുന്നു, ആകെ ബഹളം. എന്താണ് കോൺഗ്രസ്സുകാർ പറയുന്നറിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തുന്നു. തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ ആധികാരികതയോടെ അദ്ദേഹം പറയുന്നു, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുലിനെതിരെ നടപടിയെടുക്കും. ഒരു മെസ്സേജ് അയച്ചു, അതിനാണ് ഈ ബഹളം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയെങ്കിലും VD സതീശൻ അവസാനം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ചോദിച്ചു വാങ്ങി എന്നാണ്. അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചു. മെസ്സേജ് അയച്ച കാര്യങ്ങൾ മാത്രമല്ല, അല്ലാത്ത പിന്നീട് പറയപ്പെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അത് കർശനമായി പാർട്ടി അത് കൈകാര്യം ചെയ്യും. ഞാൻ പറയല്ല, മുഖം നോക്കാതെ നടപടിയെടുക്കും. ആരായാലും എത്ര വലിയ നേതാവായാലും ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിൽ ഉണ്ടാവില്ല. ആ കാര്യത്തിൽ ഞാൻ തന്നെ മുൻകൈ എടുക്കും. വലിയ ബ്രേക്കിംഗ് ന്യൂസുകളാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം നമുക്കറിയാം, ക്യാമറകൾക്ക് മുന്നിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്ന ഒരു രീതി വളരെ ആത്മവിശ്വാസത്തോടെ, എന്നാൽ അഹങ്കാരത്തോടെ, ആധികാരികതയോടെയൊക്കെയാണ് സംസാരിക്കുന്നത്. നിപ്പൊക്കെ കണ്ടാൽ പത്മശ്രീയോ പത്മഭൂഷണോ ഒക്കെ വാങ്ങിയിട്ടുള്ള നിപ്പാണ് എന്ന് തോന്നും. അത്രയ്ക്ക് ആത്മവിശ്വാസമാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിഷേധിച്ചു. ഈ അപവാദങ്ങളിലൊന്നും ഒരു കാര്യമില്ല, സ്ക്രീൻഷോട്ട് അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ വന്ന ഈ ഫോൺ സംഭാഷണം അത് ഫേക്ക് എന്ന് ആധികാരികമായി രാഹുൽ പറഞ്ഞു. ഞാൻ ഒരു തെറ്റും നിയമപരമായി അല്ലെങ്കിൽ നിയമവിരുദ്ധമായി ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് മാങ്കൂട്ടം പറയുന്നത്. ശരിയാണ്. ഞാൻ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന് വിരുദ്ധമായി, ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇന്നത്തെ ദിവസം വരെ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് നിങ്ങൾക്ക് ആരോപിക്കാനുണ്ടോ? ഏതെങ്കിലും ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമപരമായ സംവിധാനത്തിനകത്ത് എനിക്കെതിരായിട്ട് പരാതി ഉണ്ടോ? ഇനി ആർക്കെങ്കിലും എന്നെ പറ്റിയിട്ട് അത്തരത്തിൽ പരാതിയുണ്ടോ? സ്വാഭാവികമായിട്ടും അവർക്ക് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവർക്ക് പരാതി കൊടുക്കാം. ഈ രാജ്യത്ത് കോടതിയുണ്ട്, നീതിന്യായ സംവിധാനങ്ങളുണ്ട്. ആ നീതിന്യായ സംവിധാനങ്ങളിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്യും. ഇതൊക്കെ നമുക്ക് അങ്ങനെ നിയമവിരുദ്ധമാണോ എന്നൊക്കെ ചോദിച്ചാൽ പുള്ളി പറഞ്ഞ ശരിയാണ്. നിയമവിരുദ്ധമായി പ്രത്യക്ഷത്തിൽ ഇതിലൊന്നുമില്ല. പക്ഷേ ധാർമ്മികത എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഹണി ഭാസ്കരൻ ഫേസ്ബുക്കിലൊക്കെ എഴുതുന്ന, നല്ലതുപോലെ കഥയൊക്കെ എഴുതുന്ന ഹണി തുറന്നെഴുതി, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് തുറന്നെഴുതിയിട്ടുണ്ടാക്കി. രാഹുൽ മാങ്കൂട്ടം തന്നെ വ്യക്തിപരമായി പൊതുജന മധ്യത്തിൽ അധിക്ഷേപിച്ചു എന്ന് ഹണി തുറന്നെഴുതുകയാണ്. ഏതായാലും ഇതെല്ലാം അവിടെ വന്നവരുടെ സംഗതി കളറായി. രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചു എന്ന് സതീശൻ പറയുന്നു. തൊട്ട് പറയും, ഞാൻ ഈ പറഞ്ഞ രാഹുൽ മാധ്യമങ്ങളെ കാണുന്നു, എന്നോടൊന്നും ആരും രാജി ആവശ്യപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നു. ഞാൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ കാണുന്നത് ഫുള്ള് ബഹളമാണ്. നേരത്തെ പറഞ്ഞ ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട യുവതിയും രാഹുലും തമ്മിലുള്ള ടെലഗ്രാം ചാറ്റ് വിത്ത് സ്ക്രീൻഷോട്ട് പുറത്തേക്ക് വരികയാണ്. ഏതായാലും ഏറ്റവും ഗുരുതരമായ കാര്യമായി തോന്നിയത്, ഇത്തരം പരാതികൾ 6-7 എണ്ണം പാർട്ടിക്ക് ലഭിച്ചിട്ടും പാർട്ടി അത് ഇത്രയും കാലം ഒളിപ്പിച്ചു വച്ചു എന്നുള്ളതാണ്. AICC ഇടപെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി വാങ്ങാൻ KPCCക്ക് നിർദ്ദേശം നൽകിയത് എന്ന പരാമർശവും ഇതിനിടയിലുണ്ടായി. കേരളത്തിലെ കോൺഗ്രസിനോടാണ് ഇത്തരം പരാതികൾ വന്നാൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീകളെ ശല്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നതൊക്കെ പാർട്ടിയാണ് ഇനി വ്യക്തമാക്കേണ്ടത്. ഏതായാലും 6-7 പരാതികൾ വന്നു, പരാതി കൊടുത്തു എന്ന് സ്ത്രീകളും പറയുന്നുണ്ട്. നിങ്ങൾ ഇത് എത്ര കാലം ഇങ്ങനെ മൂടിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് KPCCയാണ്. KPCC ഉത്തരം മിണ്ടുമായിരിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒഴികെ മിനിറ്റിന് ഓരോ കാര്യങ്ങൾക്ക് മാധ്യമങ്ങളെ കാണുന്ന ഒരൊറ്റ കോൺഗ്രസ്സുകാർ മിണ്ടിയിട്ടില്ല. സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്നു എന്ന് 24 മണിക്കൂർ പറയുന്ന
മഹിളാ കോൺഗ്രസിൻ്റെ ഒരൊറ്റ നേതാക്കൾ മിണ്ടിയിട്ടില്ല. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ലീവിലാണ്. കേസുകാർ നാട്ടിലെങ്ങുമില്ല. ഇത്രയും വലിയ ഒരു പരാതി, ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നിങ്ങൾ മിണ്ടുന്നില്ല എന്ന ചോദ്യത്തിന് നിങ്ങളായിട്ട് തന്നെ ഉത്തരം പറയുന്നതാണ് നല്ലത്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത് വേണം എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരെയും ഇതിനിടയ്ക്ക് ധാരാളം കണ്ടു. കാരണം അവർ പറയുന്നത് ഈ മൂക്കാതെ പഴുത്തു പോയാലുള്ള കുഴപ്പം ഇതാണെന്നാണ്. ഉദാഹരണത്തിന്, നമ്മളൊരു കെട്ടിടത്തിൻ്റെ പടികൾ കയറി ഒരു 2-3 നിലയിലെത്തുന്നു. ഈ പടികൾ കയറി മുകളിലെത്തുമ്പോൾ നമുക്കറിയാം നമ്മൾ കയറുന്ന പടിയാണ്. മുകളിലെത്തുമ്പോൾ അതിന് ഒരു ക്ഷീണം കാണും. അപ്പോൾ നമുക്കൊരു ശ്രദ്ധ ഉണ്ടാവും പടികൾ കയറുമ്പോൾ. ലിഫ്റ്റിൽ കയറി മുകളിലെത്തുന്ന ഒരാൾക്ക് ഈ ശ്രദ്ധ ഉണ്ടാകണമെന്നില്ല. കയറുന്നു, കതവ് തുറക്കുന്നു, സ്വിച്ച് അമർത്തുന്നു, നേരെ മുകളിലേക്ക് ചെല്ലുന്നു. മനസ്സിലായില്ലേ? രാഹുലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അതാണെന്നാണ് ചില കോൺഗ്രസ്സുകാർ പറയുന്നത്. ലിഫ്റ്റ് കയറി മുകളിൽ വന്നതല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കും. ഒരിച്ചിരി അഹങ്കാരം ഉണ്ടായിരുന്നു എന്ന് കോൺഗ്രസ്സുകാർ തന്നെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന പോലെ സംസാരത്തിലും നടപ്പിലും എല്ലാം ഒരു ധാർഷ്ട്യമാണോ, അഹങ്കാരമാണോ, ആത്മവിശ്വാസത്തിൻ്റെ കൂടുതലാണോ എന്നൊക്കെ ചോദിച്ചാൽ അതെല്ലാമുള്ള രാഹുൽ മാങ്കൂട്ടം നാളത്തെ പ്രതീക്ഷയാണെന്ന് പലരും പറഞ്ഞു. ശരിയാണ്, നല്ല ചെറുപ്പക്കാരനായിരുന്നു, നല്ല ചെറുപ്പക്കാരനാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ആക്റ്റീവല്ല എന്നുള്ള പരാതി ഇനി പറയരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രത്തോളം ആക്റ്റീവായ ഒരു സംസ്ഥാന പ്രസിഡന്റിനെ വേറെ എവിടെ നിന്ന് കിട്ടാനാണ്? ഇതും ചോദിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഞങ്ങൾ ആക്റ്റീവല്ലായിരുന്നു എന്ന് മാത്രം നിങ്ങൾ പറയരുത്. അപ്പോൾ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ലാത്തി ചാർജ് അല്ലെങ്കിൽ ഒരു പോലീസുകാരുടെ ബലപ്രയോഗം യൂത്ത് കോൺഗ്രസ് നടത്തുകയാണ്. അതിനിടയിലും പ്രസിഡന്റ് ആക്റ്റീവായിരുന്നു. അത്രയും 3-4 മൊബൈൽ ക്യാമറകൾ പ്രസിഡന്റ് ചുറ്റും നിൽക്കുകയാണ് റീലെടുക്കാൻ. ഏത് വലിയ വേളം നടക്കുന്നിടയ്ക്ക് പ്രസിഡന്റ് ഇങ്ങനെ നെഞ്ചും പിരിച്ച് ഇടയ്ക്ക് നിൽക്കുന്ന റീലുകൾ പറ വരികയാണ്. പുള്ളിയുടെ പേജിലിട്ടിട്ടുണ്ട്. റീലിൽ നിന്നും റിയലിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏതായാലും വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത്, ഒരു നല്ല കൗൺസിലിംഗ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറഞ്ഞതൊക്കെ ശരിയായിട്ടാണ് വരുന്നതെങ്കിൽ ഒരു നല്ല കൗൺസിലിംഗ് പുള്ളിക്ക് അത്യാവശ്യമാണ്. കാരണം അതുപോലുള്ള പരാതികളും അതുപോലുള്ള വെളിപ്പെടുത്തലുകളുമാണ് ഓരോ മണിക്കൂറിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നല്ല കൗൺസിലിംഗ് വേണം. തൽക്കാലം ഇത്ര പറയുന്നത്. കൂടുതൽ മാങ്കൂട്ടങ്ങൾ, കൂടുതൽ അപവാദങ്ങൾ, കൂടുതൽ പരാതികൾ ഉണ്ടാകാതിരിക്കട്ടെ.